സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് പുതിയ നിയമം വന്നു. പുതിയ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ, നമുക്കറിയാം, ഹമാസിന് വേണ്ടി മാത്രം ഒരു വിഭാഗം ഫാൻസ് തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോ ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന സമയത്ത് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ഞാനടക്കം. എൻ്റെ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പമാണ് ഞാൻ നിന്നത്. എന്നാൽ മറുഭാഗത്ത് ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിലകൊള്ളുകയും ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളോട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പലസ്തീനിലെ മനുഷ്യരുടെ വേദന കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഗാസയിലെ ജനങ്ങൾ റാഫയിലേക്ക് ഓടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? റാഫയിലെ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവിടുത്തെ സ്ത്രീകളും കുട്ടികളും വിലപിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പലസ്തീനിലെ വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാൻ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അനുവദിക്കാത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിലെ ജനതയെന്നു മാത്രമല്ല, ലോകത്തുള്ള സകലമാന ജനങ്ങളുടെയും മനുഷ്യത്വപരമായ അവകാശങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ, വേട്ടക്കാർക്കെതിരെ ഇരയ്ക്കൊപ്പം നിലകൊള്ളാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക എന്നത് ഒരു മനുഷ്യത്വമാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു മാനുഷിക പരിഗണന കൂടിയാണത്. ഓരോ മനുഷ്യനും നൈസർഗികമായി അവനിൽ തന്നെ ഉടലെടുക്കുന്ന ഒരു ചോദന കൂടിയാണ് മനുഷ്യത്വം എന്ന വികാരം. അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പുലി ഒരു സിംഹത്തെ പിടിക്കാൻ ഓടിക്കുമ്പോൾ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം നിൽക്കുന്ന ആളുകൾ പുലിക്ക് ജീവൻ നിലനിർത്തണ്ടേ? പുലിയുടെ ഭക്ഷണമാണല്ലോ മാൻ എന്ന് പറയും. ആ മാൻ ഓടുന്നത് അവന്റെ ജീവന് വേണ്ടിയാണ്. പുലിയാകട്ടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുമാണ്. എനിക്ക് വേട്ടക്കാരോടൊപ്പം നിൽക്കാനല്ല താല്പര്യം, ഇരകളോടൊപ്പം നിൽക്കാനാണ്. ആ മാനിന്റെ ജീവനു വേണ്ടി നിലനിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവിടെയാണ് ഞാനൊരു മോറൽ വാല്യൂ കാണുന്നത്. ഇപ്പോ എന്തുകൊണ്ടാണ് ഹമാസുകാര് ചെയ്യുന്ന ഭീകരതയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: മതം. അവിടെ നിങ്ങൾ ഹമാസിനെ പരിഗണിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹമാസ് മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട്, പലസ്തീൻ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട്, ഹമാസ് ഒരു മുസ്ലിം സംഘടനയായതുകൊണ്ട് നിങ്ങൾക്ക് ഹമാസിനെ പിൻപറ്റി നിന്നാൽ, ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഹമാസിന്റെ ആശയങ്ങളോടും അവരുടെ ഈ ആക്രമണ രീതിയോടും അവരുടെ അക്രമ രാഷ്ട്രീയത്തോടും നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നേ എനിക്ക് മനസ്സിലാക്കാനുള്ളൂ. മനസാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. അപ്പോ പലസ്തീനിലെ ജനങ്ങളുടെ കണ്ണുനീരിലേക്കാണ് നിങ്ങളുടെ മനസാക്ഷി നിൽക്കുന്നതെങ്കിൽ ഞാൻ കുറ്റം പറയില്ല. അത് എരന്നു വാങ്ങിയ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ തുലനം ചെയ്യാത്തത് എന്നേ എന്റെ ഭാഗത്തൊരു ചോദ്യം ഉണ്ടാകും. ഇസ്രായേൽ എന്ന രാജ്യത്ത് വലിഞ്ഞു കയറി, നുഴഞ്ഞു കയറി, അവിടെ ഈ തീവ്രവാദികൾ കാണിച്ചു കൂട്ടുന്ന ഈ മനുഷ്യത്വ രാഹിത്യത്തെ സംബന്ധിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോന്യാസങ്ങൾ, തന്തയില്ലായികകൾ, നന്ദികേടുകൾ, തെമ്മാടിത്തരങ്ങൾ. ഇത്തരം കൃത്യങ്ങൾക്ക് ഐസിസ് ചെയ്താലും, ലഷ്കർ ഇ തൊയ്ബ ചെയ്താലും, അൽ ഖ്വയ്ദ ചെയ്താലും, ഇനിയും താലിബാനികൾ ചെയ്താലും, ജയ്ഷെ മുഹമ്മദ് ചെയ്താലും, ഹമാസ് ചെയ്താലും, ഊദികൾ ചെയ്താലും, ഹിസ്ബുള്ള ചെയ്താലും, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സകലമാന തീവ്രവാദ സംഘടനകളും ഈ രൂപത്തിൽ പ്രവർത്തിച്ചാലും
ഒരിക്കലും ഇവരുടെ പക്ഷത്ത് നിന്ന്, അതായത് ഈ അക്രമികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപത്തിലുമുള്ള ഒരു പ്രതിഷേധം, ഒരു കുഞ്ഞു വാക്കായി പോലും, ഒരു കമന്റായി പോലും ഉയരില്ല. കാരണം കേരളത്തെ തീവ്രവാദം ഏതാണ്ട് വിഴുങ്ങിക്കഴിഞ്ഞു. വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. ആ തീവ്രവാദികൾക്ക് വെള്ളപൂശുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത്തരം അക്രമവാസനകളെ വളർത്തിയെടുക്കാമെന്നും കേരളത്തിലെ തീവ്രവാദം എങ്ങനെ പരിപോഷിപ്പിക്കാമെന്നും ഇന്ന് ഈ കേരളം നമുക്ക് പഠിപ്പിച്ചു തരുവാണ്. ഈ തീവ്രവാദികളെ പൂമാലയിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു സമീപനം ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. അതായത് നമുക്കറിയാം, പല പോസ്റ്റുകളും പല വീഡിയോകളും പല കമന്റുകളും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമം വന്നത് എന്തിനാണെന്നറിയാമോ? ഇത്തരം രാജ്യവിരുദ്ധരെയും രാജ്യത്തെയും തമ്മിൽ ഭാഗിച്ചു നിർത്താൻ. ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന ആളുകൾക്ക് കൃത്യമായി നിയമത്തിന്റെ പഴുതുകൾ ഇട്ടിട്ട് അവരെ പൂട്ടാൻ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഈ രാജ്യത്തിനകത്തിരുന്നു ചെയ്താൽ അത് രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽപ്പെടും. അവിടെ അയ്യോ പലസ്തീനിലെ സ്ത്രീ, പലസ്തീനിലെ കുഞ്ഞ്, അവിടെ മാത്രമല്ല സ്ത്രീയും കുഞ്ഞുമുള്ളത്. എല്ലായിടങ്ങളിലും യുദ്ധം ഇരകളാക്കപ്പെടുന്നത് അത്രയും സ്ത്രീകളും കുട്ടികളും തന്നെയായിരിക്കും. നമുക്ക് ഇറാന്റെ അവസ്ഥ അറിയാം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രൂപത്തിൽ സഞ്ചരിക്കാനും വിദ്യ അഭ്യസിക്കാനും ആ രൂപത്തിലുള്ള തൊഴിലുകൾ ചെയ്യാനും കുറച്ച് പെൺകുട്ടികൾ രക്തസാക്ഷികളായ ഇറാന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങി ഒടുവിൽ തലയ്ക്കോട്ട വീണ് കമിഴ്ന്നും നിലത്തു വീണു. ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇറാന്റെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി, ഇറാന്റെ അക്രമകാരികളായ ഭരണകൂടം കൊന്നുകളഞ്ഞു. 10,000-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. അതില് 1000-കണക്കിന് ആളുകൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. നിങ്ങൾ കണ്ടോ? നിരവധി പെൺകുട്ടികൾ, സ്ത്രീകൾ, ഇവരൊക്കെ ലൈംഗികമായി ദുരുപയോഗപ്പെട്ടു. നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ അതിൽ പ്രതിഷേധിച്ചിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നോ? അവരുടെ കണ്ണീരിനൊപ്പം നിങ്ങൾ നിന്നോ? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരോട് ഐക്യപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചോ? എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മനുഷ്യത്വം എന്ന് കേണു വിലപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരിക്കലും ഇറാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ മനുഷ്യാവകാശത്തിനും വേണ്ടി നിലകൊള്ളാത്തത് എന്തുകൊണ്ടാണ്? അവിടുത്തെ പെൺകുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് വീഡിയോകളിലൂടെ നമ്മളോട് നമ്മുടെ വിഷയം ഒന്ന് ലോകത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞില്ലേ? ലോക ശ്രദ്ധയിലേക്ക് ആകർഷിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? ഒരു കഷ്ണം മുടി പുറത്ത് കണ്ടതിന്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മഹ്സ അമിനി എന്ന 22-കാരിക്ക് വേണ്ടി ഇറാനിലെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം കൈകോർത്ത് പ്രതിഷേധത്തിനു വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി നിങ്ങളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞോ? സ്പോർട്സ് താരങ്ങളും ആർട്സ് താരങ്ങളും മറ്റ് പല മേഖലകളിൽ നിറഞ്ഞാടിയ ആക്ടിവിസ്റ്റുകളുമൊക്കെ മരിച്ചു വീണപ്പോൾ, ഇറാൻ ഭരണാധികാരികളുടെ ഈ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിന്നു എന്നതാണ് ചോദ്യം. നമുക്ക് പല ആളുകളും നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഓൺലൈനിലൂടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിപ്പോ നമ്മുടെ രാജ്യത്തുമുണ്ട്.
ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ടാക്സി ഡ്രൈവർമാർ ഇറാൻകാരാണ് അത്ര. ഇറാഖിലെ കുർദികൾ അവരൊക്കെയാണെന്ന്. അവരെ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി കുടിയേറിയവരായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 4000 അതിലധികം വർഷം പഴക്കമുള്ള ഒരു ജനത, അത്രയധികം ചരിത്രമുണ്ട് ആ ജനതയ്ക്ക്. തുർക്കികൾ അവരെ കൊന്നു തള്ളിയത് 40,000-ത്തിലധികം കുർദികളെ ആയിരുന്നു. ആ 40,000 കുർദികളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി എത്ര പേരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്ക് പ്രകാരം ഇറാനിൽ 1,80,000 ആളുകൾ, കുർദികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കണക്കാക്കുമ്പോൾ അവരുടെ മനുഷ്യാവകാശം എന്തേ നമ്മുടെ മുമ്പിൽ ഒന്നും അല്ലേ? അതിനകത്ത് സ്ത്രീകളില്ലേ, ഗർഭിണികളില്ലേ, വൃദ്ധരില്ലേ, പെൺകുട്ടികളില്ലേ, പൈതലുകളില്ലേ? ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ മതഭ്രാന്ത് ഒരു വിഭാഗം ആളുകളുടെ ജീവൻ എടുത്ത സമയത്ത് അതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് അർമേനിയൻ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ കൊന്നു തള്ളപ്പെടേണ്ടവരാണ് എന്ന് നിങ്ങൾ കണക്കാക്കി. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഐക്യപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ വേദനയിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത്. നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വിഭാഗത്തോട് അലിവ് തോന്നുന്നു, സ്നേഹം തോന്നുന്നു, മറ്റൊരു വിഭാഗത്തോട് നമുക്ക് അനിഷ്ടം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു. അതല്ലല്ലോ. യാഥാർത്ഥ്യങ്ങളുമായി വസ്തുതകൾ പൊരുത്തപ്പെട്ടു പോകണ്ടേ? ഇതിൽ എന്താണ് സത്യം എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ചെയ്യുന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ നിർവൃതി അടയാൻ? നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മളുടെ മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? നമ്മളെ സുഖിപ്പിക്കുന്ന തീരുമാനങ്ങൾ മാത്രം എടുക്കുക, നമ്മുടെ അഭിരുചിക്കിണങ്ങിയ സത്യത്തോടു മാത്രം, നീതിയോടു മാത്രം നമ്മൾ നിലനിൽക്കുക എന്നതല്ലല്ലോ. ചില ചരിത്ര സത്യങ്ങൾ കൂടിയില്ലേ? ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ലേ? മതപരമായോ, അതല്ല രാഷ്ട്രീയപരമായോ, അതല്ല മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലോ നമ്മുടെ കണ്ണിനെ, നമ്മുടെ തലച്ചോറിനെ അന്ധത ബാധിച്ചോ എന്ന് നമ്മൾ ഇനിയും ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. പലസ്തീൻ ജനതയുടെ കണ്ണുനീരിൽ മാത്രമുള്ള ഒരു അലിവും മനുഷ്യത്വവും എന്തുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ജൂത സ്ത്രീകളോടും ജൂത സമൂഹത്തോടും ജൂത കുഞ്ഞുങ്ങളോടും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തോന്നാത്തത്? ചോരത്തളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ ഒരുപാട് സ്ത്രീകൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഇവർ ഞങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്ത് കൊല്ലുന്നു. ഈ ഹമാസ് ഭീകരരെ പോരാളികൾ എന്ന് പറയാനുള്ള കേരളത്തിന്റെ മനസ്സ് രാജ്യവിരുദ്ധതയല്ലാതെ മറ്റെന്താണ്? ഹമാസിന്റെ ഭരണഘടനാ നിയമം അനുസരിച്ച് അവരുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 8 പറയുന്നത് ഖുർആനാണ് അവരുടെ ഭരണഘടന. അവരുടെ എക്കാലത്തെയും ലക്ഷ്യം, മെത്തഡോളജി എന്നത് യുദ്ധമാണ്, ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാല് സാധാരണ യുദ്ധമല്ല, മതത്തിനു വേണ്ടി, മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി, ആ പടച്ചവനെ മാത്രം ലോകത്ത് അംഗീകരിപ്പിക്കുന്നതിനു വേണ്ടി തുടങ്ങുന്ന യുദ്ധമാണ്. ധീര രക്തസാക്ഷിയാകുന്നതിനു വേണ്ടി, അതിനുവേണ്ടി തുടങ്ങുന്ന യുദ്ധം ഇസ്ലാമിക ജിഹാദ്. ഈ അക്രമകാരികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഈ വിഭാഗം ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ശരി, ആ കോണില് സമാധാനം ഉണ്ടാകില്ല. അതാണ് ഇന്ന് ഐസിസ്, ഹമാസ്, അൽ ഖ്വയ്ദ, എല്ലാ ഭീകര സംഘടനകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ സംഘടനയോട്
അടുപ്പവും അനുഭാവവുമുള്ള ഒരു വിഭാഗം ആളുകൾ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി ചേക്കേറിയിട്ടുണ്ട്. അവരും ആ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ്. എവിടെയൊക്കെയാണോ ഇവര് വലിഞ്ഞു കയറിയിട്ടുള്ളത് അവിടെയെല്ലാം ഇതേ മതസ്വാതന്ത്ര്യം, ഇതേ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഫോളോ ചെയ്യാൻ അവർ ശ്രമിച്ചു. ഹമാസിന്റെ സ്വപ്നം പോലെ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ പിടിച്ചെടുത്ത് അതിനെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ അത്രയും ജനതയ്ക്ക് കൂടി സമാധാനം നഷ്ടപ്പെടുക എന്നതാണ് ഇസ്രായേൽ അർത്ഥമാക്കുന്നത്. ഒരിക്കലും പലസ്തീന്റെ ഹമാസിന്റെ ഈ ഒരു ലക്ഷ്യം പൂവണിയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അനുഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളുമായിരിക്കും, ദുരിതങ്ങളുമായിരിക്കും. നമുക്ക് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ആധുനിക ലോകത്ത് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം മതവെറിയോട് വിട പറയണം. ഈ മതരാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ജിഹാദ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനോട് വിട പറയണം. ജനാധിപത്യപരമായി ആധുനികപരമായ രൂപത്തിലേക്ക് മനുഷ്യന്റെ തലച്ചോറുകൾ സോഫ്റ്റ്വെയർ ചെയ്യപ്പെടണം. വരും തലമുറയും അതേ രൂപത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളണം. അപ്പോഴേ നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത്, ഇസ്രായേലിന്റെ മനുഷ്യാവകാശത്തോട് എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഇത്രയധികം കൂറും പ്രതിബദ്ധതയും ഉള്ളത് എന്ന് തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന്റെ നിർണായകമായ പല ഘട്ടങ്ങളിലും ചൈനയും ഇന്ത്യയും തമ്മിൽ വാറുണ്ടായിരുന്നല്ലോ. നമ്മളെ സഹായിക്കാൻ സന്നദ്ധരാകാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ സന്നദ്ധമായ രാജ്യത്തിൽ ഒരേ ഒരു രാജ്യം ഇസ്രായേൽ മാത്രമായിരുന്നു. ഇനിയാണെങ്കിലും ഇസ്രായേൽ ഇന്ത്യയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അയൽ രാജ്യങ്ങൾ നമ്മളെ ആക്രമിച്ചാൽ നമ്മുടെ രാജ്യം ഇന്ന് പലസ്തീൻ ജനതയെ അനുഭവിക്കുന്ന ഖാൻ യൂനിസിലും ഗാസയിലും ഒക്കെ ഉള്ള ആളുകൾ റാഫയിലേക്ക് ഉടുത്ത തുണിയും കിട്ടിയ കുഞ്ഞുങ്ങളെയുമായിട്ട് ചേക്കേറുമ്പോൾ അതേ അവസ്ഥ നാളെ നമ്മുടെ രാജ്യത്തുണ്ടായാൽ ആലോചിക്കുക, ആരായിരിക്കും നമ്മളെ സഹായിക്കാൻ എത്തുന്ന കരങ്ങൾ. അവരെ അങ്ങോളം വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം, അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഈ കാലഘട്ടത്തിലും മതവെറിയുമായി 6-ാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകം ഒരു കയ്യിലും മറു കയ്യിൽ ആയുധവും പിടിച്ച് ഇതിൽ വിശ്വസിച്ചോ അതല്ലെങ്കിൽ കൊയ്തുകളയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അതിനോടാണ് വിട പറയേണ്ടത്. അതാണ് ഇവിടെ പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടത്. നിങ്ങള് 6-ാം നൂറ്റാണ്ടിൽ മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് അള്ളാഹുവിന് അതങ്ങ് പറഞ്ഞിട്ട് പോയാ മതിയായിരുന്നു. നമുക്കത് പോരാ. ഈ കാലഘട്ടത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും നിങ്ങൾ തയ്യാറാകണമെന്നും അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ ജീവനും സ്വത്തും എനിക്ക് നൽകണമെന്നും വാനലോകത്തിരുന്ന് അള്ളാഹുവിന് അങ്ങ് പറഞ്ഞാ മതി. ഈ കാലഘട്ടത്തിൽ ഈ ഗോത്ര മതം സത്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം മനുഷ്യരോട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോരാടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് ചെന്ന് കയറി കൊടുക്കുക, ബാക്കി അവര് നോക്കിക്കോളും. അതായത് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഇളക്കം ഇസ്രായേൽ തീർക്കുമെന്നുള്ളത് അംഗീകരിക്കണം. അതല്ലെങ്കിൽ ഹമാസ് ഭീകരന്മാരായ നേതാക്കളെ പോലെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്കൊരു ഷെൽട്ടർ കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അവിടെ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടറുകള്, ഭക്ഷണം, വസ്ത്രം,
പാർപ്പിടം, നിങ്ങൾക്ക് കുടുംബമായി യോജിച്ച് ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ എക്കാലത്തേക്കും ഉറപ്പുവരുത്തണം. എന്നിട്ടേ ഇസ്രായേലിൽ പോയി നിൽക്കാവൂ. എന്നിട്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത് സമാധാനപരമായി ആ മുത്തിനകത്തും അടങ്ങി ഒടുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒടിഞ്ഞ് മടങ്ങിയൊക്കെ ഇരിക്കുന്ന ആ ഹൂറി പെണ്ണുങ്ങളെ ആ മുത്തിനകത്ത് നിന്നും ചിപ്പിക്കകത്ത് നിന്നും റിലീസ് ചെയ്ത് അവർക്ക് ഒരു ലൈംഗിക സുഖം കൊടുക്കാം. പിന്നീട് ആ സുഖത്തിൽ നിന്നും ഒഴിയേം വേണ്ട. കുട്ടികളുടെ ചേതനയറ്റ ശരീരം കാണാൻ സാധിക്കാത്തത് കൊണ്ട്, സ്ത്രീകളുടെ വിലാപങ്ങൾ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളുടെ കഴുത്തറുക്കുന്നതും കാണാൻ സാധിക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പലസ്തീനി ഉമ്മമാർ വിലപിക്കുന്നതും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളിയും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത് പച്ചയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. ഇവിടെ മതയുദ്ധം കൊണ്ട്, മതവെറി കൊണ്ട് ഈ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിന്റെ നിയമം പ്രാവർത്തികമാക്കിയതിന്റെ പേരിൽ ലോകത്തൊരു നന്മയും ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. ആ മതം അള്ളാഹു ഉണ്ടാക്കിയതാണ്, അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് അള്ളാഹുവിനറിയാം ആ മതത്തെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തണമെന്ന്. അതിനുവേണ്ടി ഈ പാവങ്ങളായ സാധാരണക്കാരായ, പ്രത്യേകിച്ച് ഒരു അമാനുഷിക കഴിവുകളും ഇല്ലാത്ത നമ്മൾ ബലിയാടുകളാകേണ്ട കാര്യമില്ല. നമ്മൾ പോയി അള്ളാഹുദാ നമ്മളോട് മതയുദ്ധം സ്ഥാപിക്കാൻ, മതയുദ്ധം ചെയ്ത് മതരാജ്യം സ്ഥാപിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കയറി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന നാഗരികതകളിൽ ഒന്ന് ഒരു പക്ഷേ ഇറാനായിരിക്കും. 6-ാം നൂറ്റാണ്ടിൽ തന്നെ സൈറസിനു കീഴിലായി ഇറാൻ സാമ്രാജ്യം. കിഴക്കൻ യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് സിന്ധു താഴ്വര വരെ അന്ന് വ്യാപിച്ചു കിടന്നു. 4-ാം നൂറ്റാണ്ടില് ആ സാമ്രാജ്യം അലക്സാണ്ടറുടെ കയ്യിൽ വന്നു ചേരുന്നു. അത് പല സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെടുന്നു. 3-ാം നൂറ്റാണ്ടിൽ പാർത്തിയൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. പിന്നീട് AD 3-ാം നൂറ്റാണ്ടില് സസാനിയൻ സാമ്രാജ്യം പിന്തുടരുന്നു. അടുത്ത 4 നൂറ്റാണ്ടുകളിൽ ലോകത്തെ അതിജയിക്കുന്ന ഒരു പ്രശസ്ത ലോകശക്തിയായി മാറും. പിന്നീട് നമ്മൾ കാണുന്നത് AD 7-ാം നൂറ്റാണ്ടിൽ ചരിത്രങ്ങൾ പരതുമ്പോൾ അറബ് മുസ്ലിങ്ങൾ ആ സാമ്രാജ്യം കീഴടക്കുന്ന വാർത്തയാണ്. തുടർന്നാണ് ഇസ്ലാമിൽ നിന്നും മനുഷ്യത്വം മരവിച്ച് ഒരു ഇസ്ലാമികവൽക്കരണം അവിടെ വന്നു. ആ കാലഘട്ടത്തിലാണ് സൗരാഷ്ട്രീയൻ മതത്തിന്റെ ഒക്കെ ഒരു തകർച്ച സംഭവിക്കുന്നത്. കല, കായികം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, തത്വചിന്ത, ശാസ്ത്രം ഇവയിലൊക്കെ ഇറാന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലോകത്തിനകത്തും പുറത്തും. അങ്ങനെ ഇസ്ലാം കുറച്ചൊന്ന് ലിബറൽ ആണ് എന്ന് ലോകത്തിന് തോന്നിയ ഒരു കാലഘട്ടമായിരുന്നു. അടുത്ത 2 നൂറ്റാണ്ടുകളില് സെൽജുക്കും അതുപോലെ തുർക്കികളും പിന്നെ ഇൽഖാനേറ്റ് മംഗോളിയരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ പ്രദേശം പിടിച്ചടക്കുന്നു. അതിനു മുമ്പ് ഒരു കൂട്ടം മുസ്ലിങ്ങള് രാജവംശങ്ങളായിട്ട് ഉയർന്നു വന്നു. 15-ാം നൂറ്റാണ്ടില് സ്വദേശിയായ സഫാവിഡുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അവര് ഒരു ഏകീകൃത ഇറാനിയൻ ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇറാന്റെ ദേശീയതയിലൂന്നിയ ഒരു ഏകീകൃത നിയമം. രാജ്യം ക്രമേണ ഷിയ ഇസ്ലാമിലേക്ക് പരിവർത്തനം തുടങ്ങി. ഇന്നത്തെ സുന്നി ഷിയ തർക്കമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വസ്തുതകളാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു വിഭാഗം ആളുകൾ മുഹമ്മദിനെ അംഗീകരിക്കാത്ത
ആയിഷയെ അംഗീകരിക്കാത്ത, അലിയെ മാത്രം അംഗീകരിക്കുന്ന, അതിനൊരുപാട് ചരിത്രങ്ങളുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ രണ്ട് മുസ്ലിം സംഘടനകളും സമുദായങ്ങളുമാണ്. അങ്ങനെ ഇറാൻ ക്രമേണ ഈ ഷിയ വിഭാഗത്തോട് ഒരു ആകർഷണം തോന്നി. അതാണ് ഇറാന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയത്. 1905 ബജാർ ഭരണാധികാരിയായ ഷാ, അദ്ദേഹത്തിനെതിരെ ഭരണഘടനയ്ക്കു വേണ്ടി ഇറാൻ ജനത ഒരു സമരം ചെയ്തു. അങ്ങനെ ഇറാൻ ജനതയുടെ ഭരണഘടന വിജയിച്ചു, ഷാ തോറ്റു. അങ്ങനെയാണ് ഒരു ആധുനിക യുഗം ആരംഭിക്കുന്നത് തന്നെ. 1906 ചെറിയ രൂപത്തിൽ ഒരു ഭരണഘടന നിലവിൽ വരുന്നു. ക്രമേണ മാറ്റങ്ങളായി. പിന്നെ 1906 തന്നെ ആദ്യത്തെ പാർലമെന്റ് ഒരു മജ്ലിസ് ആണ്. ഇസ്ലാമികപരമായിട്ട് ഇസ്ലാം ആണല്ലോ ഇറാൻ കീഴടക്കിയത്. പിന്നീട് 1908 ആയപ്പോഴേക്ക് ബ്രിട്ടീഷ് ഗവേഷകർ ഇറാനില് എണ്ണ കണ്ടെത്തി. അതോടുകൂടി ഇറാന്റെ തലവേദന തുടങ്ങി. ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയാണ് എണ്ണ ഖനനം കുത്തകയായി എടുത്ത് ഉപയോഗിച്ച് വന്നത്. അവരാണ് വിപണനം ചെയ്തു വന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടനും റഷ്യയും രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഇറാനിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നു. സോവിയറ്റ് യൂണിയനായി റഷ്യയും മാറി. 1921 ശേഷം ബ്രിട്ടീഷ് നിയന്ത്രണം ഇറാനിൽ ശക്തമായി. 1925 ബ്രിട്ടന്റെ രഹസ്യത്തോടു കൂടിയുള്ള സഹായം അപ്പന്റെ പട്ടാള ഓഫീസറായ റിസാ ഖാൻ ഉണ്ട്. ആ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിൽ വരുന്നു. പിന്നീടാണ് റിസാ ഷാ പഹ്ലവി എന്ന പേരിൽ അദ്ദേഹം അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഈ പഹ്ലവി രാജവംശം ക്രമേണ തുടക്കമിട്ടു. പാശ്ചാത്യരുടെ എണ്ണ ആവശ്യങ്ങൾക്ക് ഇറാൻ വഴങ്ങിക്കൊടുത്തു. 1935 രാജ്യത്തിന്റെ പേര് പേർഷ്യ എന്നാക്കി മാറ്റി. അന്ന് പേർഷ്യ എന്നായിരുന്നു. പിന്നീട് ആ പേർഷ്യ എന്തോ ഒരു അസ്വാരസ്യം പോലെ ഇവർക്ക് തോന്നി. അങ്ങനെയാണ് ആ പേർഷ്യ ഇറാൻ എന്ന പേര് സ്വീകരിക്കുന്നത് പഹ്ലവി ഭരണത്തോടെ. പിന്നീട് തുർക്കിയിലെ കമാൽ അത്താതുർക്ക് അയാളെ മാതൃകയാക്കി റിസാ ഷാ പഹ്ലവി കുറച്ച് ചെറിയ രൂപത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യം ഓരോ രാജ്യത്തേക്കും ചേക്കേറി ക്രമേണ എങ്ങനെയാണ് ജിഹാദിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും ഇസ്ലാമിക രാഷ്ട്രവാദത്തിലേക്കുമൊക്കെ ഇവർ വരുന്നത് എന്ന് മനസ്സിലായോ? തട്ടുകളായി പടിപടികളായി ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ആ രാജ്യത്ത് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കും. പ്രബീഷ് നമസ്കാരം. ഡിക്രൂസ, എന്റെ അടുക്കളപ്പണിക്ക് ഒരാൾ വേണം, വേണമെങ്കിൽ നീ വന്നങ്ങ് ചെയ്തോ. തെറിവിളി കുറച്ച് കുറവുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഓടിച്ചത് കൊണ്ടായിരിക്കും. തെറിവിളിക്ക് കുറവൊന്നുമില്ല കേട്ടോ. Really, you are gems of knowledge. Thank you. Remit, hi. നമസ്കാരം തമ്മൂസ്. 100 ഒരു പണിയുമില്ലെന്ന്. എൻ്റെ വീട്ടിൽ ഒരു പണി വേണം, ഒന്ന് ചെയ്യുമോ? പണി ചെയ്യാൻ വേണ്ടി നോക്കി നടക്കുക. ശരി, എന്നാൽ വന്ന് ചെയ്തോ. എൻ്റെ വീട്ടിലെ പണിക്കാർ വേണം, ബാത്റൂമൊക്കെ നന്നായിട്ട് കഴുകണമല്ലോ. ശരി. അപ്പോൾ ഓരോ രാജ്യത്തും എങ്ങനെയാണ് ഇവര് മതപരിവർത്തനം കൊണ്ടുവരുന്നത്, മതാധിപത്യം കൊണ്ടുവരുന്നത്? പ്രൈമറി സെക്കൻഡറി വിദ്യാലയങ്ങളിൽ
മതവിദ്യാഭ്യാസം നിർബന്ധമല്ലാതാക്കുന്നു, പർദ്ദ നിരോധിക്കുന്നു. അന്ന് പേർഷ്യയെ ഇറാനാക്കി മാറ്റിയതിനു ശേഷം നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ പുത്രൻ മുഹമ്മദ് റിസാ ഷാ പഹ്ലവി അധികാരം ഏറ്റെടുക്കുന്നത്. അന്ന് പ്രമാണിവർഗത്തിന് അനുകൂലമായി നയങ്ങൾ എടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യം നിലനിൽക്കൂ എന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിന്റെ മകൻ സ്വീകരിച്ചത്. ആയത്തുള്ള ഖുമേനിയെ നാട് കടത്തിയ ഷായ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയാണ്. ജനവികാരം ഇളക്കി വിടുന്നതില് ഖൊമേനിയുടെ പ്രഭാഷണങ്ങൾ ഈ അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള പ്രഭാഷണങ്ങളായിരുന്നു. അങ്ങനെ പഴയ പേർഷ്യ, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം നല്ല രൂപത്തിൽ ഒന്ന് മുട്ടി ശരിയായി വരികയാണ്. ഇറാന്റെ ഷായും നസറുദ്ദീൻ ഷാ ഖജാർ, ഇറാന്റെ ആദ്യത്തെ അംബാസിഡറായ മിർസ അബുൽ ഹസൻ, പിന്നെ അബുൽ ഹസൻ ഷിറാസ് 1956 വാഷിംഗ്ടൺ DC-യിലേക്ക് ഔദ്യോഗികമായി അയച്ചതോടുകൂടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമായി. 1883 സാമുവൽ GW ബെഞ്ചമിനെ നിയമിക്കുന്നു. ഇറാനിലേക്ക് ആദ്യത്തെ ഔദ്യോഗിക നയതന്ത്ര പ്രതിനിധിയായി അമേരിക്ക. എന്നാലും 1944 വരെ അംബാസഡർ സ്ഥാനം സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ ഇറാനിയൻ അംബാസഡറായി മിർസ അൽ അബുൽ ഹസൻ ഖാൽ ഇൽച്ചി കബീർ എന്ന വ്യക്തി വന്നു. ഓരോ ഭരണാധികാരികൾ മാറി മാറി വരുമ്പോഴും രാജ്യത്തിന്റെ പുരോഗതി നല്ല രൂപത്തിൽ മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എങ്ങനെയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ കൾച്ചർ